ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ 2-3 സോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് പലതായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രക്തചന്ദനത്തിന്റെ പൗഡർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം രക്തചന്ദനത്തിന്റെ പൗഡർ നമുക്ക് ആദ്യം എടുക്കാം. അപ്പം നമ്മൾ രക്തചന്ദനത്തിന്റെ പൗഡർ ആദ്യം എടുക്കുകയാണ് കേട്ടോ. അധികം എടുക്കണ്ട, 500 ഗ്രാം ബേസിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനുള്ളത് നമ്മൾ എടുത്താൽ മതി. അധികം പൗഡർ വേണ്ട, കുറച്ച് പൗഡർ ആഡ് ചെയ്യുന്നു. അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്യുന്നു. പൊട്ടറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നു കേട്ടോ. പൊട്ടറ്റോയുടെ ജ്യൂസ് എല്ലാത്തിനും ആഡ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ലതായിട്ട് സോഫ്റ്റ് ആകാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലൊരു ഈസി മെത്തേഡാണ് പൊട്ടറ്റോയുടെ ജ്യൂസ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടാണെങ്കിലും നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാവേ. ഇതാണ് നമ്മുടെ രക്തചന്ദനത്തിന്റെ പൗഡർ. അപ്പം അതിനകത്തേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് ആഡ് ചെയ്തു. ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അതിനകത്തേക്ക് ബേസിലേക്ക് നമ്മൾ രക്തചന്ദനത്തിന്റെ പൗഡർ ആഡ് ചെയ്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. 5 സോപ്പിനുള്ളതാണ്. അപ്പം അതിനുള്ള ഡ്രോപ്സ് 5 ഡ്രോപ്സ് അല്ല 6 ഡ്രോപ്സ് കൂടുതൽ ഒഴിക്കണ്ട. പിന്നെ വേണ്ടവർക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഞാനൊരു ശകലം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ഒരു ശകലം റോസ് വാട്ടർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ നമുക്ക് നിർബന്ധമുള്ള കേസൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ അലോവേരയുടെ ജ്യൂസ് 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒറിജിനൽ അലോവേര എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെതായ റിസൾട്ട് ഈ യൂസ് ചെയ്യുന്നവർക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇന്ന് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അവർ വീണ്ടും നമ്മുടെ ഇന്ന് മേടിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം എത്ര പ്യൂരിറ്റിയോട് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല പ്യൂറായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടുതലായാലും കുറവായാലും കുഴപ്പമില്ല. പിന്നെ ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ അധികം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം അത് ആഡ് ചെയ്തു. ഇനി നമുക്ക് സ്മെല്ലാണ് ആഡ് ചെയ്യാനുള്ളത്. സ്മെല്ല് നമുക്ക് ഒരു 15 മില്ലി ഞാൻ 10-15 മില്ലിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കൂടുതലും കുറവും ഒക്കെ നിങ്ങൾക്ക് സ്മെല്ല് ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് പൊതുവെ സോപ്പിന് സ്മെല്ല് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാവർക്കും കൊടുക്കുമ്പോഴും സ്മെല്ല് കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊടുക്കാറ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൾഡുകളിലേക്ക് സോപ്പിനെ മാറ്റാം. അപ്പോൾ രക്തചന്ദനത്തിന്റെ സോപ്പ് നമുക്കൊരു 5-6 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 5 പീസ് സോപ്പ് നമുക്ക് രക്തചന്ദനത്തിന്റെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഈ 500 ഗ്രാം ബേസിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും കിട്ടുക, വ്യത്യാസം കാണും കേട്ടോ. നമുക്ക് ഇന്ന രീതിയിൽ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. 100 ഗ്രാമിന്റെ ആവുമ്പോൾ നമുക്ക് 4 സോപ്പ് കറക്റ്റ് 4 കഴിഞ്ഞിട്ട് ഒരു 70-80 ഗ്രാമിന്റെ സോപ്പ് കൂടെ കിട്ടും, അത്രേ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇത് കണ്ടോ, രക്തചന്ദനത്തിന്റെ സോപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ബേസിൽ ചെയ്യുന്ന സോപ്പുകൾക്ക് നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാൻ കേട്ടോ. പക്ഷെ നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ കോൾഡ് പ്രോസസ് കൂടെ ചെയ്യുന്നത്. കോൾഡ് പ്രോസസ് സോപ്പിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലരുടെ സ്കിന്നിന് ഈ കോൾഡ് പ്രോസസ് സോപ്പ് കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ 2 സോപ്പുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ.